إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം, മദീനക്കടുത്ത് ബലിയ് എന്ന പ്രദേശത്ത് താമസമാക്കിയിട്ടുള്ള ബനു ഉദ്റാൻ ഗോത്രമുണ്ടായിരുന്നു. അവർ യഹൂദന്മാരാണ്. ആ ഗോത്രത്തിൽ നിന്ന് രണ്ട് കൂട്ടുകാർ അന്ന റജുലൈനി ഖദിമ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. വകാന ഇസ്ലാമുഹുമാ ജമീഅൻ, അവർ ഇസ്ലാം സ്വീകരിച്ചത് ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചവർ. വകാന അഹദുഹുമാ അശദ്ദ ഇജ്തിഹാദൻ മിൻ സാഹിബിഹി, ഒരു വ്യക്തി തൻ്റെ സഹോദരനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരുന്നു. ഫഗസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷ്ഹിദ്, അങ്ങനെ ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആള് ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു. ثم مكث الآخر بعده سنة ثم توفي, പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞാണ് രണ്ടാമത്തെ ആൾ മരണപ്പെടുന്നത്. قال തുൽഹ റളിയല്ലാഹു അൻഹു പറയാം, فرأيت فيما يرى النائم كأني عند باب الجنة إذا أنا بهما وقد خارج من الجنة. തുൽഹ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ, ഞാനൊരു സ്വപ്നം കണ്ടു.
സ്വർഗത്തിൻ്റെ വാതിലിൽ നിൽക്കുന്നതായിട്ട്. എൻ്റെ കൂടെ ആ 2 പേരുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തു വന്ന് ആദ്യം മരണപ്പെട്ട രക്തസാക്ഷിയായ ആളെയല്ല വിളിച്ചത്, രണ്ടാമത് മരണപ്പെട്ട 1 വർഷം കഴിഞ്ഞ് മരണപ്പെട്ട ആളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടാമത് വീണ്ടും അദ്ദേഹം വരികയും 1 വർഷം മുമ്പ് രക്തസാക്ഷിയായിട്ടുള്ള ആളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് എൻ്റെ അടുത്ത് വന്ന് താങ്കളുടെ സമയമായിട്ടില്ല, മടങ്ങിപ്പോകൂ എന്ന് പറയുകയും ചെയ്തു എന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടത് വിശദീകരിക്കുകയാണ്. ആ സ്വപ്നം ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഫഅസ്ബഹ ത്വൽഹ യുഹദ്ദിസു ബിഹിന്നാസ് ഫഅജിബു ലിദാലിക്. അങ്ങനെ അത് കേട്ട സമയത്ത് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് രക്തസാക്ഷികൾ, അവരാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്നാൽ ഇവിടെ മറിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുക്കൽ കാര്യത്തി. ഫഖാൽ മിൻ അയ്യി ദാലിക തഅജബൂൻ. എന്താണ് നിങ്ങൾ ആശ്ചര്യപ്പെടാൻ കാരണം? ജനങ്ങൾ ആശ്ചര്യത്തോടെ പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾ എന്താണ് ആശ്ചര്യപ്പെടുന്നത്? അവർ പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ്, റസൂലേ ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ ثم استشهد في سبيل الله. റസൂലെ, ഏറ്റവും കഠിനാധ്വാനിയായിട്ടുള്ള ആളാണ് ഒന്നാമത്തെ ആള്. മാത്രമല്ല അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. വദഖല ഹാദൽ ജന്നത ഖബലഹു. എന്നാൽ രണ്ടാമത്തെ ആള് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ഒരേ സമയത്താണ് അവർ ഇസ്ലാം സ്വീകരിച്ചത്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, അയാൾ മരണപ്പെട്ടതിന് ശേഷം മറ്റേയാള് 1 വർഷം കൂടി ജീവിച്ചില്ലേ? പറഞ്ഞവർ ബല. വഅദ്റക റമദാന ഫസ്വാമഹു, അയാൾക്ക് റമദാൻ കിട്ടിയില്ലേ? റമദാനിൽ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചില്ലേ? ഖാലൂ ബല, അതേ റസൂലേ, അദ്ദേഹം റമദാനിൽ നോമ്പനുഷ്ഠിച്ചു. വസല്ല കദാ വകദാ സജ്ദതൻ ഫിസ്സന, 1 വർഷത്തിൽ ഇത്ര നമസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ലേ? ഖാലൂ ബല, അതേ റസൂലേ, ലഭിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫറമാ ബൈനഹുമാ അബഅദു മാ ബൈന സമാഇ വൽ അർദ്, അത് ആകാശഭൂമികൾ, അവർക്ക് 2 പേർക്കുമിടയിൽ ആകാശഭൂമികളുടെ ദൂരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ മഹത്തരമായിട്ടുള്ള ഒരു ദറജയാണ് ഷഹീദിന്. എന്നാൽ അദ്ദേഹത്തെ മുൻകടക്കാനുള്ള കാര്യം എന്താണ്? അതിൻ്റെ കാരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 1 വർഷത്തെ നോമ്പ് കൊണ്ട്. 1 വർഷത്തെ നോമ്പ് കൊണ്ട് നേടിയെടുത്തതാണ്. ഷഹീദിനേക്കാൾ അദ്ദേഹം പ്രതിഫലം നേടിയതാണ്. നമുക്ക് വരാനിരിക്കുകയാണ് റമദാൻ. ആ റമദാൻ വരാനിരിക്കുകയാണ്. നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങി, പള്ളിയിൽ ഒരുക്കങ്ങൾ തുടങ്ങി, നമ്മുടെ വീടുകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി, കച്ചവട സ്ഥാപനങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. നമ്മൾ മാനസികമായി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുമ്പോഴും അതിൽ നിന്ന് അല്പമെങ്കിലും എടുക്കാനുള്ള ആവേശം നമ്മളിലുണ്ടോ എന്ന് ചിന്തിക്കാം. ശഅബാൻ മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ
നോമ്പനുഷ്ഠിച്ച മാസമാണ്. ഈ ശഅബാൻ എന്നുള്ള സുന്നത്ത് ഒരു നോമ്പെങ്കിലും നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. ഒരു നോമ്പെങ്കിലും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തിനാണ് ഈ നോമ്പ്? നോമ്പെന്തിനാണ് എന്ന് ഓതി വച്ച ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാനാണ്. ഒന്നാമത്തെ കാര്യം, നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ സ്വമ റമദാൻ, റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ, ആരോഗ്യത്തിന് വേണ്ടി എന്നല്ല, ആരോഗ്യമുണ്ടാകാൻ വേണ്ടി എന്നല്ല, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു തആല പറയുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ്. അത്തരമൊരു ഹദീസിലൂടെ അല്ലാഹു തആല പറയാൻ, കുല്ലു അമലി ബിനി ആദം യുദാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ضعഫിൻ, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ഞാൻ നൽകുന്നതാണ്, അവൻ നൽകപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ഇല്ല സൗം ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി, നോമ്പിനൊഴികെ നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്ര കാലത്തെ റമദാൻ കൊണ്ട് നമ്മൾ ആ ദറജയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമായിട്ടുള്ള വല്ലതും നമ്മളിൽ ഇപ്പോഴുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വെയിൽ കൊണ്ട് പണിയെടുത്ത് അധ്വാനിച്ച് ഒരു ജോലിക്കാരൻ വൈകുന്നേരം വരെ അധ്വാനിച്ച് അവസാനം ഉടമ പറയുന്നു നിനക്ക് കൂലിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ്? കാരണം നീ പറഞ്ഞ പണിയല്ല ചെയ്തത്, എൻ്റെ തോട്ടത്തിലല്ല പണിയെടുത്തത് എന്ന് പറഞ്ഞ് കൂലി തടയപ്പെട്ടാൽ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇതുപോലെ ചില ഹതഭാഗ്യരുണ്ട്, ഇതുപോലെ പരലോകത്ത് ചില നിർഭാഗ്യവാന്മാരുണ്ട്. റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്രയെത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാതെ കിട്ടിയില്ല. നോമ്പ് കൊണ്ട് പട്ടിണി മാത്രമാണ് അവർക്ക് കിട്ടിയത്, പട്ടിണി മാത്രമാണ് അവർ കിടന്നത്. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്, ആ രാത്രി നമസ്കാരം കൊണ്ട് അവരുടെ ഉറക്കം പോയി എന്നുള്ളത് മാത്രമാണ്, അവരുടെ രാത്രി നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് അവരുടെ നോമ്പ് സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം? അവിടെ രാത്രി നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം, അതിലൊന്നാമത്തെ കാരണം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഷിർക്കാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഷിർക്ക് വരാതെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നോമ്പനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഷിർക്ക് സംഭവിക്കുമോ എന്ന ചോദ്യം. നോമ്പനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലാഹുവിന് മാത്രമുള്ള കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കൽ ഷിർക്കാണ്. അല്ലാഹുവിന് മാത്രമുള്ള ഭയപ്പാട് സൃഷ്ടികളോട് നടത്തൽ, അവരെപ്പറ്റി ഭയം, അത് ഷിർക്കാണ്. ഷിർക്ക് ചെയ്തുകൊണ്ടാണോ നമ്മൾ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നത്? ചില ആളുകൾ, ചില സ്നേഹിതന്മാർ
ഹജ്ജിന് പോകുന്ന സമയത്ത് ഏതെങ്കിലും മക്ബറയിൽ പോയി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകൽ. ഹജ്ജ് ചെയ്തു കഴിഞ്ഞാലോ, ഹജ്ജ് ചെയ്തു കഴിഞ്ഞ് ശുദ്ധരായി തിരിച്ചു വരികയാണ്, അപ്പോഴും പോകും ഏതെങ്കിലും മക്ബറയിലേക്ക്. അതോടുകൂടി അല്ലാഹു തആല പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, നിനക്കും നിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കും നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുള്ള കാര്യം, ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക്, നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ലയഹ്ബതുന്ന അമലുക്, നിന്റെ കർമ്മങ്ങൾ ബാത്തിലാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, കർമ്മങ്ങൾ ബാത്തിലായാലോ നീ നഷ്ടക്കാരിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യാം. ആളുകൾ കാണാൻ വേണ്ടി ചെയ്താൽ എന്താണ് പിന്നെ റിസൾട്ട്? അവൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പരലോകത്തവൻ വരും. പരലോകത്ത് വരുമ്പോൾ അവൻ്റെ കർമ്മങ്ങൾ കാണാനില്ല. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, നീ ആരെ കാണിക്കാനാണോ ദുനിയാവിൽ ചെയ്തത് അത് നിനക്ക് ലഭിച്ചിരിക്കുന്നു, ഇവിടെ നിനക്ക് പ്രതിഫലമില്ല. അവരുടെ അടുത്ത് പോയി നിന്റെ പ്രതിഫലം അന്വേഷിക്കുക. റിയാ വലിയ വിഷയമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിണക്കമാണ്. പിണക്കം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്നാ, ഒരാൾക്ക് മാത്രം പുറത്തു കൊടുക്കുകയില്ല. അവന്റെ കാരണം അവനും അവന്റെ സഹോദരനും തമ്മിൽ വിദ്വേഷമുണ്ട്, പിണക്കമുണ്ട്. അല്ലാഹു തആല പറയുന്നത്, അവരെ സംബന്ധിച്ച് പറയുന്നത്, ഫയുഅൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ, നന്നാകുന്നത് വരെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ പണക്കം മാറിയിട്ടല്ലാതെ അവരുടെ കർമ്മങ്ങൾ അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ആളുകളുണ്ടാവും പണക്കമുള്ള ആളുകൾ, മാതാപിതാക്കളോട് പിണങ്ങി കഴിയുന്ന ആളുകൾ, അനുജനോട്, ജ്യേഷ്ഠനോട്, എളാപ്പ മൂത്താപ്പമാർ തമ്മിൽ. ആ പിണക്കങ്ങളൊക്കെ മാറ്റണം. നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യണ്ട. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞതാണ്, പണക്കമില്ലാതെ, പണക്കം മാറ്റാതെ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു തആല അക്സെപ്റ്റ് ചെയ്യൂല. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ആ പിണക്കം തീർക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെയാണ് മോശം സംസാരം, മോശം പ്രവർത്തനങ്ങൾ ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി, മൻ ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി, വല്ലവനും കളവ് പറയലും അത് പ്രവർത്തിക്കലും, തോന്നിവാസം പറയലും അത് പ്രവർത്തിക്കലും അത് ഒഴിവാക്കുന്നില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബ, അവന്റെ ഭക്ഷണം ഒഴിവാക്കണമെന്ന്, അവന്റെ പാനീയം ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. വെറുതെയാണ്. കാരണം നോമ്പെന്തിനാണ്? തഖ്വയുള്ളവരായി തീരാനാണ്. നോമ്പനുഷ്ഠിച്ചിട്ടും അവൻ തഖ്വ പാലിക്കാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ, അവന് കൺട്രോൾ ഇല്ല എങ്കിൽ അല്ലാഹു തആലക്ക് നോമ്പെന്തില്ല, ആവശ്യമില്ല എന്ന് അല്ലാഹു തആല പറയാണ്. ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾക്കുള്ള വ്യൂസ് കൂടുന്നത് അവരുടെ തെറിയുടെ പേരിലാണ്.
അല്ലേ? തെറി പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായ വ്യൂസ് കൂടുക, കാഴ്ചക്കാർ കൂടുക, അവരെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി യഅ്തൂന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഒരു വിഭാഗം ആളുകളെ എനിക്കറിയാം, അവർ യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. തിഹാമ പർവ്വതത്തോളം അമല സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് പരലോകത്തവർ വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയജഅലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. ഇതിൽ നിന്നാണ് രക്ഷ നേടിയത്. അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങളെ ധൂളികളാക്കുന്നതാണ്, പൊടിയാക്കുന്നതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അറിയാതെങ്ങാനും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ റസൂലെ അവരുടെ വിശേഷണങ്ങളെ പറ്റി അറിയിച്ചു തന്നാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും. എന്നാൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതികും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്. വലാകിന്നഹും, എന്നിട്ട് റസൂൽ പറയാണ്, വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂൻ. രാത്രി നമസ്കാരമൊക്കെ അവർക്കുണ്ടാകും, പ്രവർത്തനങ്ങളൊക്കെ അവർക്കുണ്ടാകും, സൽക്കർമ്മങ്ങളൊക്കെ അവർക്കുണ്ടാകും. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്. എന്നാൽ അവർ ഒരു വിഭാഗമാണ്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. ഹറാമ് ചെയ്യാൻ അവസരം ലഭിച്ചാൽ, ആരുമില്ലാതായാൽ, ആരും കാണാനില്ല എന്നവർക്ക് തോന്നിയാൽ, ഇൻതഹഖൂഹാ, അവർ അത് യഥേഷ്ടം പ്രവർത്തിക്കുന്നതാണ്, പൊട്ടിച്ചു കളയും. ഹറാമ് പ്രവർത്തിക്കാൻ, ആ ഹറാമുമായി ബന്ധപ്പെട്ട് അവർ ഒറ്റക്കായാൽ, ആരും അറിയുകയില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ആ ഹറാമ് ചെയ്യുന്നവരാണ്. വ്യഭിചരിക്കാൻ അവസരം കിട്ടിയാൽ, മറ്റുള്ള ആളുകൾ അറിയുകയില്ല എന്ന് തോന്നിയാൽ അത് ചെയ്യുന്നവരാണ്. മദ്യപിക്കാൻ അവസരം കിട്ടിയാൽ മദ്യപിക്കുന്നവരാണ്. മോശമായ കാര്യങ്ങൾ കാണാൻ അവസരം ലഭിച്ചാൽ, ആളുകൾ അത് അറിയുന്നില്ല, എൻ്റെ റൂമിലാണ് എന്നവൻക്ക് തോന്നിക്കഴിഞ്ഞാൽ അവനത് കാണുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ധാരാളം കർമ്മങ്ങളായി വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊടിയാക്കി കളയും. കാരണം എന്താണെന്ന് അറിയുമോ? അവർ പ്രവർത്തിക്കുന്നത് ആളുകളെ കാണിക്കാനായിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുകയില്ലല്ലോ. മറ്റുള്ള കർമ്മങ്ങൾ അവൻ ചെയ്തത് ഞാനും നല്ലവനാണെന്ന് ആളുകൾ അറിയാനാണ്, ആളുകൾ പറയാനാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? അത് നിഷ്ഫലമാക്കി കളയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവൻ്റെ കർമ്മങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള
റമദാനിലെ നോമ്പ് നമ്മുടെ അടുത്ത് വന്നു നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നോറ്റുവെട്ടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിർക്കാണ് എന്നുള്ളതും, അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു പിണക്കം മാറ്റുക എന്നുള്ളത്, മൂന്നാമത് നമ്മൾ പറഞ്ഞത് മോശമായ സംസാരവും പ്രവൃത്തിയും ഒഴിവാക്കുക എന്നുള്ളത്, അതേപോലെ നാലാമത് നമ്മൾ പറഞ്ഞത് ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് ഒഴിഞ്ഞിരുന്നാലും ആരും കാണുന്നില്ല എങ്കിലും പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കാൻ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കാണ്, അതദറൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? റസൂലിനോട് അവർ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങളിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, പാപ്പരായവൻ എന്ന് പറഞ്ഞാൽ, ദീനാറോ ദിർഹമോ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത, ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഫഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ, എന്നാൽ യഥാർത്ഥത്തിൽ പാപ്പരായവൻ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം വരും. അവർ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്, അവർ നമസ്കരിച്ചിട്ടുണ്ടാകും, അവർ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും, അവർ സകാത്ത് കൊടുത്തിട്ടുണ്ടാകും. നമസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടാകും, അവർ സകാത്ത് കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ, അവൻ മറ്റുള്ളവരെ ശകാരിച്ചിട്ടുണ്ടാകും, ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞ് നടക്കുന്നവനായിരിക്കും, മറ്റുള്ളവൻ്റെ സ്വത്ത് തിന്നിട്ടുണ്ടാകും, മറ്റുള്ളവൻ്റെ രക്തം ചിന്തിയിട്ടുണ്ടാകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. റസൂൽ പറയാൻ, ഫയുക്താ ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, ആരെയൊക്കെയാണ് അവൻ ഉപദ്രവിച്ചത്, ഉപദ്രവിക്കപ്പെട്ട ആളിലേക്ക് അവൻ്റെ നന്മകൾ, അവൻ്റെ കർമ്മങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ആരെയാണോ നമ്മൾ ഉപദ്രവിച്ചത് അയാളിലേക്ക് നമ്മുടെ നമസ്കാരവും നമ്മുടെ സകാത്തും നമ്മുടെ നോമ്പും പോകുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഇൻ ഫനിയത് ഹസനാതു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി, ഇനി അതിൻ്റെ മുമ്പ് തീർന്നു പോയാലോ, അവൻ അത്രത്തോളം ആളുകളെ ഉപദ്രവിച്ചവനാണ്, തീർന്നു പോയാലോ, ഉഖിദ മിൻ ഖതായാഹും, ആരാണോ ഉപദ്രവിക്കപ്പെട്ടത് ഉപദ്രവിക്കപ്പെട്ടവന്റെ പാപങ്ങൾ എടുക്കപ്പെടുകയും ثم ترحت عليهم فترحت عليه ثم ترح في النار, അവന്റെ മേൽ ചാർത്തപ്പെടും, പിന്നീട് ثم ترح في النار, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങളായി നിലനിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങളായി തന്നെ നിലനിൽക്കാൻ നാം നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപെടൽ അത് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടേതായിട്ട് തന്നെ നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ പരിപൂർണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ, ഈ റമദാൻ
നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന റമദാനായി നമുക്ക് മാറ്റുവാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപം റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا الى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.